വൈക്കം ഉദയനാപുരത്ത് വെള്ളപ്പൊക്കമൊഴിഞ്ഞപ്പോൾ ഏത്തവാഴകൾക്ക് വ്യാപക നാശം. വെള്ളം കെട്ടി നിന്നതോടെ കൃഷിയിടത്തെ കുലച്ച വാഴകൾ വ്യാപകമായി ഒടിഞ്ഞു വീഴുകയാണ്. ഇതോടെ ഓണവിപണി ലക്ഷ്യമിട്ട കർഷകർക്ക് താങ്ങാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ കെട്ടിനിന്ന വെള്ളം പൂർണ്ണമായി ഇറങ്ങിയതിന് ശേഷം വിളവെടുക്കാറായ വാഴകളാണ് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത്. ഏതാനും വർഷങ്ങളായി പ്രകൃതിക്ഷോഭത്തിലുണ്ടാകുന്ന നഷ്ടത്തിൽ വലയുകയാണ് പ്രദേശത്തെ കർഷകർ. പടിഞ്ഞാറേക്കര, മുട്ടുങ്കൽ, വൈക്കപ്രയാർ, വല്ലകം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉദയനാപുരത്ത് കൃഷിനാശം രൂക്ഷമായിരിക്കുന്നത്. കൃഷിഭവൻ നടത്തിയ വിത്തുകൾ നട്ടുപരിപാലിച്ച് മികച്ച വിളവെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒടിഞ്ഞു നശിക്കുന്നത്. ബാങ്ക് വായ്പയും മറ്റു വായ്പയും എടുത്ത് ഓണവിപണിയിലെത്തിക്കാൻ വിളവുകാത്ത കർഷകരാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നത്. പഞ്ചായത്ത് 8-ാം വാർഡിലെ ചിറപ്പാട് മേഖലയിൽ ശ്രീധരന്റെയും രവീന്ദ്രൻ രാധ ദമ്പതികളുടെയും കുലച്ച ഏത്തവാഴകൾ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രൻ വീടിന് സമീപത്ത് വിളയിച്ച 1.5 മാസം കഴിഞ്ഞ് വിളവെടുക്കാറാവുന്ന 200 കുലച്ച വാഴകളാണ് ഇങ്ങനെ നശിക്കുന്നത്. വെള്ളം വന്നതുകൊണ്ട് ഒടിഞ്ഞ കോരിക്കുക, അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ലെന്ന്. വെള്ളം ഒത്തിരി കെട്ടിക്കറിയാം. പക്ഷേ ഇത്തവണത്തെ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേനാണ് കൂടുതൽ ഇങ്ങനെ വന്നത്. വെള്ളം വന്നാലും അങ്ങ് പെട്ടെന്ന് ഒഴുകി പോകും. ഇത്തവണ കുറച്ച് ദിവസം കിടന്നില്ലേ വെള്ളം. ഈ തണ്ടിന് ചീവൽ വരും വെള്ളം ചെല്ലുമ്പോഴത്തേന്. അങ്ങനെ വന്നാണ് വാഴയൊക്കെ മറിഞ്ഞ് ഒടിഞ്ഞത്. വിറ്റുകൊണ്ടിരുന്ന നേരെ ഒരുവിധം വിലയും കിട്ടുമായിരുന്നു. ഇപ്പം അത് ശ്രീധരന്റെ തോട്ടം പൂർണ്ണമായി നശിച്ചെങ്കിലും ഒരുവിധം ഭാഗമായ കുലകൾ വെട്ടിയെടുക്കാനായിട്ടുണ്ട്. ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജുവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും കൃഷി ഓഫീസർ R സിദ്ധാർത്ഥും കൃഷി അസിസ്റ്റന്റ് സുധീറുമായി കൃഷിയിടം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി. അടിയന്തര സർക്കാർ സഹായം കർഷകർക്ക് ലഭ്യമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മഴയൊഴിഞ്ഞ് വെള്ളമിറങ്ങിയിട്ടും ഉദയനാപുരത്ത് ഈ ഓണക്കാലത്ത് കർഷകരുടെ കണ്ണീരാണ് കൃഷിയിടങ്ങളിൽ പെയ്തിറങ്ങുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.